അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാനത് ജന്തിവാടിൻ്റെ നാട്ടിൽ നിന്ന് തെയ്യാം. ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം നമ്മളെല്ലാവരും കൂടി കുളിച്ചിറങ്ങി. അങ്ങനെ ഞാൻ നേർച്ചയെല്ലാം കൊടുത്ത് ചോറ് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അമ്പലത്തിൽ ചോറ് കഴിക്കുക അല്ലെങ്കിൽ വല്ലാത്ത ടേസ്റ്റാണ്, കുറേ കറിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തെയ്യം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു മണിയൊക്കെ ആയപ്പോഴാണ് വസൂരിമാല ഇറങ്ങുന്നത്. ഇപ്രാവശ്യം ഞാൻ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല, കാരണം എനിക്ക് ലീവ് എനിക്ക് ചോദിച്ചാൽ വൈശാട്ട് എൻ്റെ തലക്കിട്ടടിക്കും. അവിടെ മാർച്ച് 3 ആകുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ വസൂരിമാല. ഞാൻ എല്ലാ പ്രാവശ്യം കാണാൻ പോകുന്നതായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും കാണാൻ പറ്റില്ല, പക്ഷേ കണ്ടു. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല സ്ട്രോങ്ങും ആയിരുന്നു വസൂരിമാല ഇപ്രാവശ്യം. അല്ലെങ്കിൽ ഞങ്ങൾ തെയ്യെല്ലാം കൂടെ നേർച്ചയെല്ലാം കൊടുത്ത് ബലൂണൊക്കെ വാങ്ങി. തെയ്യത്തിന് പോയാൽ ബലൂൺ മസ്റ്റാണ്. അങ്ങനെ ബലൂണിൻ്റെ കൂടെ വേറെ സാധനം കൊണ്ട് ഐസ്ക്രീം. സത്യം പറഞ്ഞാൽ നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ട്. വീട്ടിലെത്തുമ്പോൾ ഐസ്ക്രീം കഴിച്ച് ചെയ്യുകയും ചെയ്യണം. ആപ്പനും ഐസ്ക്രീം മസാക്കി ആപ്പനോടും കുറേ നേരം വർത്താനം പറഞ്ഞ് ചെന്നൈയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ഷൈനാൻ്റെയും ഷീനാൻ്റെയും പിന്നെ രജനി ആൻ്റെയും ആപ്പനും കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ചെറിയ പനിയൊക്കെ ഉണ്ട്. അമ്മയാണെങ്കിൽ പനി പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ റൂമിലെത്തി ഞാൻ ജന്തിവാടിൻ്റെ ബലൂണിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അടുത്ത വിശേഷക്കാണൊക്കെ ബൈ ബൈ.